ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് നമുക്ക് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ മെഷർമെൻറ്റൊക്കെ എങ്ങനെയായിരിക്കും ഡീറ്റെയിൽസാണ് നമ്മളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ എവിടെയാണ് നമ്മൾ വാഷ് ബേസിൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യമേ തന്നെ നമ്മൾ വേണ്ട ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ ആദ്യം സെലക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ ഫിനിഷിങ്, അതായത് ബാത്റൂം ഈ പറയുന്ന വാഷ് ബേസിൻ്റെ ഏറ്റവും ടോപ്പ് 34 ഇഞ്ചാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. 34 ഇഞ്ച് ടോപ്പ് വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന കബോർഡ് അതിനനുസരിച്ചിട്ട് താഴ്ത്തി വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കബോർഡ് സെറ്റ് ചെയ്യുക. കബോർഡ് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വാഷ് ബേസിൻ നമ്മൾ നേരത്തെ എടുക്കണം. നേരത്തെ എടുത്ത് ആ കറക്റ്റ് മെഷർമെൻറ്റ് വെച്ചതിന് ശേഷം 34 ഇഞ്ച് ടോപ്പ് വരാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. പിന്നെ ആ സമയത്ത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പ്ലംബിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ അകത്ത് വരുന്ന കണക്ഷൻ പൈപ്പ് കൊടുക്കാനുള്ള വാട്ടർ ലൈനിൻ്റെ കണക്ഷൻസ്, വേസ്റ്റ് ലൈൻ അതിൻ്റെ അകത്ത് വരും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അകത്ത് കിടക്കുന്ന വേസ്റ്റ് ലൈനിൻ്റെ പൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്, നമ്മൾ ഈ പറയുന്ന മൾട്ടിവുഡിൻ്റെയാണ് അതിൻ്റെ ടേബിൾ ടോപ്പ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഈ ഡ്രില്ല് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടോ, 4 സ്ക്രൂവിൽ ഡ്രില്ല് ചെയ്ത് ആണ് ഈ പറയുന്ന വാഷ് ബേസിൻ്റെ നമ്മൾ ടേബിളിൻ്റെ വരുന്ന ആ ടേബിൾ അവിടെ ഡ്രില്ല് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പൈപ്പ് ലൈനിൽ കയറാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. കാരണം ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് പൈപ്പ് ലൈനിൽ കയറി കഴിഞ്ഞാൽ ടൈല് കാര്യങ്ങൾ എല്ലാ വർക്കും ചെയ്യേണ്ട അത്യാവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് അത്രയും സെറ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിൽ നമ്മൾ ബാത്റൂമിൻ്റെ പ്ലംബിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്കൊരു ബാത്റൂമിൻ്റെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് കീപ്പ് ചെയ്താൽ, ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ കാര്യങ്ങൾ സോൾവ് ആക്കാൻ പറ്റും. പിന്നെ നമ്മൾ കണ്ടോ, മൾട്ടിവുഡിൻ്റെ മുകളിലാണ് നമ്മളിവിടെ ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. ടൈല് ഗ്രാനൈറ്റ് അല്ല കൊടുത്തിരിക്കുന്നത്, മൾട്ടിവുഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ടൈല് ചെയ്ത് ആ ടൈല് കറക്റ്റ് ബോറിംഗ് വിട്ട് തുടച്ചതിന് ശേഷം നേരെ ടാപ്പ് ആ ടൈലിലാണ് ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൾട്ടിവുഡിൻ്റെ മുകളിലായിട്ടാണ് നമ്മളൊരു ടൈല് തന്നെയാണ്, നമ്മൾ സാധാരണ ഫ്ലോറിലിടുന്ന ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ജാഗോറിൻ്റെ ടാപ്പാണ് നമ്മളിവിടെ ഉറപ്പിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ടാപ്പാണ്, ഏകദേശം ഒരു 3800 രൂപ വില വരുന്ന ടാപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പില്ലർ കോക്കാണ് നേരെ ടൈലിൽ നിന്നും ഉറപ്പിച്ച് നേരെ വരുന്നത്. അപ്പോൾ ഈ ടൈൽ ഉറപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് താഴെ ഒരു കപ്പൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. പക്ഷേ ആ കപ്പ് ഇടുന്ന സമയത്ത് കൂടുതൽ സംഭവിക്കാതെ ഇളകാനുള്ള ചാൻസ് കാലിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കപ്പ് മാറ്റി കഴിഞ്ഞതിന് ശേഷം നേരെ ടാപ്പ് തന്നെ കൊടുക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും, ഒരു അനക്കം പോലും ഇല്ലാത്ത രീതിയിൽ വർഷങ്ങളോളം ഇരിക്കും. പക്ഷേ നമ്മൾ ആ എക്സ്ട്രാ ഫിറ്റിങ്സ് കപ്പ് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഷേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ടൈലിലേക്ക് നമ്മൾ സ്പാനർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്തു. അപ്പോൾ പക്ക ടൈറ്റായിട്ടിരിക്കും, പില്ലർ കോപ്പ് പക്ക ടൈറ്റായിട്ടിരിക്കും. ഇതിന് ഈ സെൻറ്ററിലാണ് നമുക്ക് ഇനി വാഷ് ബേസിൻ വയ്ക്കാനുള്ളത്. വാഷ് ബേസിൻ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. വാഷ് ബേസിൻ അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ ഡോറ് നമുക്ക് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ വളരെ പക്കയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ താഴെ ഫ്രീ ആയിട്ട് ടേബിൾ ടോപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അതുമാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.